നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യ മൂല്യങ്ങളും ആർക്കാണ് മുൻഗണന നൽകുന്നത്? സാധാരണക്കാരനായ പൗരനോ അതോ കൊടും കുറ്റവാളികളായ ജനപ്രതിനിധികൾക്കോ? ഈ ചോദ്യം ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അടുത്തിടെ കഴിഞ്ഞ ദിവസം കോടതികളുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില വിചിത്രമായ നിലപാടുകളാണ്. വധശ്രമം ഉൾപ്പെടെ 10ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ, നാടിന് പൊതുശല്യം എന്ന് കണ്ട് കാപ്പ ചുമത്തി ജയിലിലടച്ച ഒരു ജനപ്രതിനിധി, അയാൾക്ക് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതിയും സർക്കാരും ചേർന്ന് വഴിയൊരുക്കുന്നു. സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് മേൽ കുതിര കയറുന്ന നമ്മുടെ വ്യവസ്ഥിതി ഒരു പക്ക ക്രിമിനലിന് മുന്നിൽ എങ്ങനെയാണ് ഇത്രയും ഉദാരമനസ്കനാകുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാകുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ചാണ്. കോടതികളുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ, സുഹൃത്തുക്കളെ, നമ്മുടെ കോടതികളുടെ പല നിലപാടുകളും സാമാന്യ യുക്തിക്കോ ധാർമ്മികതയ്ക്കോ നിരക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ ചിന്തിക്കണം. വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനിക്കാവുന്ന കാര്യങ്ങളിൽ പലപ്പോഴും ഒരു വിചിത്രമായ നിലപാടാണ് കോടതികളിൽ നിന്ന് ഉണ്ടാകുന്നത്. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാധാരണക്കാരെ പൗരധർമ്മം പഠിപ്പിക്കാൻ കോടതികൾക്ക് വലിയ ഉത്സാഹമാണ്. എന്നാൽ ഓർത്തു നോക്കൂ, ഗുരുതരമായ ശാരീരിക അവശതകളുണ്ടായിരുന്ന, നടക്കാൻ പോലും ബുദ്ധിമുട്ടായുണ്ടായിരുന്ന സ്റ്റാൻ സ്വാമി എന്ന വയോധികനോട് നമ്മുടെ നീതിന്യായ സംവിധാനം എങ്ങനെയാണ് പെരുമാറിയത്? ഓർത്തു നോക്കൂ. അറിയാമായിരിക്കും എല്ലാവർക്കും. ഒരു സിപ്പർ ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹത്തിന് മാസങ്ങളോളം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. ഒടുവിൽ ആ തടവറയിൽ കിടന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എന്നാൽ ഇതേ നീതിന്യായ വ്യവസ്ഥയാണ് 10ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഉത്തരവിടുന്നത്. ഇതാണ് കോടതികൾ പറയുന്ന സമത്വം. നിയമലംഘനവും കോടതിയുടെ കരുതലും ഒരുപോലെ. ഇവിടെയാണ് കഥ തീരുന്നില്ല, നമുക്ക് തുടരേണ്ടതുണ്ട്. രാജ്യത്തെ നിയമവ്യവസ്ഥയോട് തരിമ്പും ബഹുമാനമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ജനപ്രതിനിധി നിയമവിരുദ്ധമായാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. നമ്മുടെ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്ന്. നിയമം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആ കേസിൽ കോടതിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കാമായിരുന്നു. പക്ഷേ എന്താണ് ചെയ്തത് കോടതി? ഒരു ക്രിമിനലിന്റെ അംഗത്വം നഷ്ടപ്പെടാതിരിക്കാൻ വിശാലമായ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ട് കോടതി അയാൾക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി നൽകി. ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ നിയമത്തിന്റെ സകല വകുപ്പുകളും ചാർത്തി അകത്തിടുന്ന സംവിധാനം, ഒരു ക്രിമിനലിന് വേണ്ടി കാട്ടുന്ന ഈ കരുതൽ തികച്ചും പരിഹാസ്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും കപട നാടകമല്ലേ? കോടതി ഈ വിഷയത്തിൽ സർക്കാരിന്റെ അഭിപ്രായം തേടിയിരുന്നു എന്നത് നമ്മൾ മറക്കരുത് കേട്ടോ. സർക്കാരിന്റെ ശക്തമായ ഒരു നിലപാട് എടുത്തിരുന്നെങ്കിൽ ഈ ക്രിമിനലിന്റെ അംഗത്വം എന്നേ റദ്ദാക്കാമായിരുന്നു. പക്ഷേ
അവിടെയാണ് വിരോധാഭാസം. സർക്കാർ അതിന് തുനിഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെയാണ് വിരോധാഭാസം എന്ന് പറഞ്ഞത്. ഒരാൾക്ക് പരോൾ അനുവദിച്ചാൽ പോലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് നിയമം പഠിപ്പിക്കുന്ന കോൺഗ്രസ് നേതാവ് ടി ആസിഫ് അലിയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അതായത് DGP. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമോപദേഷ്ടാവായിരുന്ന കെ ജോജു ബാബുവാണ് പ്രതിപക്ഷ നേതാവ്. VD സതീശിന്റെ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹമാണ്. സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഇവിടെ എന്ത് ഡീലാണ് ഒത്തുകളിക്കുന്നതെന്ന് വ്യക്തമല്ലേ ഇപ്പോൾ, അല്ലേ? സംഘപരിവാറുമായി എന്ത് ഉടമ്പടിയാണ് ഇതിനായി സർക്കാർ ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ VD സതീശൻ തന്റെ പതിവ് പൂക്കിച്ചിരിയോടെ തിരിച്ചു ചോദിക്കും, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കും. ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഈ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കാൻ ഇവിടെ പ്രതിപക്ഷ നേതാവിനും സർക്കാരിനും ഒരു മടിയുമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെയാണ് മാധ്യമങ്ങളുടെ വെള്ളപൂശൽ വരുന്നത്. ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ റോൾ. ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന മാധ്യമങ്ങൾ ഇത്തരം രാഷ്ട്രീയ ക്രിമിനൽ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും ഡീലുകളെയും വളരെ വിദഗ്ധമായി വെള്ളപൂശി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു ക്രിമിനൽ ജനാധിപത്യത്തിനായി തുടരുന്നതിലെ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അതിനെ ജനാധിപത്യത്തിന്റെ വിജയമായി ചിത്രീകരിക്കാനാണ് അവർക്ക് താല്പര്യം. പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നിയമം എല്ലാവർക്കും ഒന്നാണെന്ന് പറയുന്നതിൽ ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്റ്റാൻ സ്വാമിക്ക് നൽകാത്ത എന്ത് പരിഗണനയാണ് ഈ നാട്ടിലെ കാപ്പ പ്രതികളായ ക്രിമിനലുകൾക്ക് കോടതിയും സർക്കാരും ചേർന്ന് നൽകുന്നത്? എന്താണ്? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന നിയമസഭകളും തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരം കുറ്റവാളികൾ വരുമ്പോൾ തോൽക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. തീർച്ചയായും വേണം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയാത്തൊരു കാര്യം പറയാം. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.